നടി പറഞ്ഞത് വെടി. എൻ്റെ വെളിപ്പെടുത്തൽ ഇനി കിടക്കുന്നതേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പരസ്യമാനഭംഗം ചെയ്ത റിനി വീണ്ടും അടുത്ത ദൗത്യവുമായി രംഗത്ത്. തൻ്റെ വെളിപ്പെടുത്തലിൻ്റെ പിന്നിൽ ഗൂഢാലോചന ഒന്നുമില്ലെന്നും താരകമ്യാമനെ സോഷ്യൽ മീഡിയയിൽ ക്രൂശിക്കുന്നത് കണ്ടെന്നും അദ്ദേഹത്തോട് ആർക്കും വിരോധമൊന്നും തോന്നരുതെന്നും താൻ പറഞ്ഞത് എല്ലാവരും തൊണ്ട തൊടാതെ വിഴുങ്ങണമെന്നുമാണ് അവർ പറഞ്ഞതിൻ്റെ സാരാംശം. ഈ സ്ത്രീ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്നറിയുവാൻ ഗൂഗിളിൽ തപ്പിയിട്ട് പോലും ഇതുവരെ മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടില്ല. കൊള്ളാവുന്ന ഒരു യുവനേതാവിനെതിരെ ആരോപണം ഉന്നയിച്ച് ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരുടെ വസ്ത്രധാരണമൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഞാനൊന്നും പറയുന്നില്ല എന്ന് എടുത്തു പറയുന്നതിലൂടെ ഇപ്പോൾ ഞാനൊന്ന് ഇളക്കിയിട്ടേ ഉള്ളൂ, തിരഞ്ഞെടുപ്പെടുക്കാറാകുമ്പോൾ ഞാൻ വീണ്ടും വരും എന്ന ധ്വനിയാണ് ഈ സ്ത്രീ നടത്തുന്നത്. ഇതിൽ നിന്നും തന്നെ ഇവർക്ക് കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. പുറകിൽ ബാക്ക്ഡ്രോപ്പായി നിർത്തിയിരിക്കുന്ന ഐറ്റങ്ങളെയും കാണുക. ഞാനിവിടെ വന്നിരിക്കുന്നത് എറണാകുളത്തപ്പം ഗ്രൗണ്ടിൽ ഇവിടെ ഒരു പായസമേളയുണ്ട്. അപ്പം അതിൻ്റെ പരിപാടിക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബാലിയുടെ ഒരു മോഡലിലൊരു സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാനും ഓൾറെഡി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ അന്നും വന്നിരുന്നു. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ ഇവിടെ പായസമേളയുണ്ട്. ഒരുപാട് തരം പായസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന സ്ഥിതിക്ക് പായസമൊക്കെ കഴിക്കണം. ഇപ്പോൾ പോലീസ് ഈ ഒരു വിഷയത്തിൽ കേസെടുക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ആരെങ്കിലും വിവരങ്ങൾ തേടിയാൽ അത്തരം വിവരങ്ങൾ കൈമാറുമോ പോലീസിന്? ഇല്ല, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ഇപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇപ്പോൾ ഒരു ഓണത്തിൻ്റെയൊക്കെ സമയമായി വരികയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ആഘോഷ സമയങ്ങളിലൊക്കെയാണ്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് എല്ലാവരും തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടിരുന്നു. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുകയൊന്നും ചെയ്തിട്ടില്ലല്ലോ. അപ്പം അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ കോൺഗ്രസ് പാർട്ടി കൈവിട്ട സ്ഥിതിക്ക് ഈ ആരോപണ വിധേയൻ രാജിവെക്കണം എന്നുള്ളതാണോ ആവശ്യം? അല്ല, അതൊക്കെ ഞാൻ കുറിച്ചൊന്നും ഒപ്പയും ചെയ്യുന്നില്ല. താങ്കളുടെ ഒരു പോസ്റ്റ് വന്നിരുന്നു, വി ഡി സതീശനെ അനാവശ്യമായിട്ട് ഈ ഒരു കേസിലേക്ക് വലിച്ചെടുക്കരുത് എന്നൊക്കെ. ഏതായിരുന്നു അതിനൊരു സാഹചര്യം എന്തായിരുന്നു? വലിയൊരു ആക്രമണം അദ്ദേഹത്തിനെതിരെ ഉണ്ടാവും തോന്നിയിട്ടാണോ? സോഷ്യൽ മീഡിയയിൽ വല്ലാത്ത രീതിയിൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതായിട്ട് കണ്ടു. എന്തോ തരം ഗൂഢാലോചനകളൊക്കെയാണെന്നുള്ളത്. ഞാനൊരു ഇന്റർവ്യൂവിൽ സ്ത്രീകളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചത് പറഞ്ഞു പോയ ഒരു കാര്യം മാത്രമാണ്. അതിനകത്ത് ഒരു ഗൂഢാലോചന ആരുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഗൂഢാലോചന ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് ഞാനൊന്ന് വ്യക്തമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വ്യക്തിയെ വെറുതെ മനസ്സാവാച കർമ്മണ അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് ഒരു വ്യക്തിയെക്കുറിച്ച് പറയുന്നത് കേട്ടപ്പോൾ ഒരു വിഷമം തോന്നി. അതുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ ഇട്ടൊന്നും അല്ല. ശരി, താങ്ക് യു കേട്ടോ. ഈ രാഹുൽ വിഷയത്തിൽ ഒരു ആർമി ഓഫീസറുടെ ഭാര്യയടക്കം നടത്തുന്ന പ്രതികരണങ്ങൾ കേൾക്കുക. ITV ന്യൂസ് റിയാക്ട് ഫോർ 8 ജനങ്ങളുടെ പ്രതികരണങ്ങൾ. പേര് എന്റെ ലിസി, ട്രിവാൻഡ്രത്താ. ഞാനൊരു ആർമിക്കാരന്റെ വൈഫാണ്, വിഡോയാണ്. എന്റെ മകന് ഇപ്പൊ ആർമിയില് സിയാച്ചില് വർക്ക് ചെയ്യുക, ക്യാപ്റ്റനായിട്ട് ഡോക്ടറാണ്. ഈ കുഞ്ഞായിരിക്കുമ്പോ എന്റെ ഹസ്ബൻഡ് നഷ്ടപ്പെട്ടെ. അപ്പൊ നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച അനുഭവം വെച്ച് പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് സത്യം പറഞ്ഞ എല്ലാ സ്ത്രീകൾക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ്. കോൺഗ്രസിന് വേണ്ടിയിട്ടാണേലും രാജ്യത്തിന് വേണ്ടിയിട്ടാണേലും നന്നായിട്ട് നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇന്നുവരെ ഇതിലൊന്നും ഇൻവോൾവ് ആവാത്ത ഒരു ലേഡിയാണ്. എന്റെ കുഞ്ഞുങ്ങളെ വളർത്തി അവരെ പഠിപ്പിച്ച് അങ്ങനെ ഒരു രാജ്യത്തിന് വേണ്ടി കൊടുത്ത ഒരു വ്യക്തിയാണ്. അപ്പൊ ഈ സത്യത്തില് ആ പയ്യനെ കോൺഗ്രസ് നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യണം. അതെന്റെ ഒരു പേഴ്സണൽ പറയാം. നമ്മുടെ കൂട്ടത്തിൽ ഇത്രയും ഒരു ഉപദ്രവം ഒരാൾക്ക് വിട്ടുകൊടുക്കരുത്. നമ്മളിപ്പോ തെറ്റോ ശരിയെന്നുള്ളത് പിന്നെ കോടതി തെളിയിക്കട്ടെ. ഇത് ഇപ്പൊ അങ്ങ് വെറുതെ അങ്ങ് ആ കുഞ്ഞു പയ്യനെ വിട്ടുകൊടുക്കാം. ഒരമ്മ തന്നെ എന്നെ പോലെ ഒരു അമ്മ വളർത്തിയതാ ഇതേ അവസ്ഥയില്. അപ്പൊ ആ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇടതുപക്ഷം ഇവരെ റോഡിൽ തടയുന്നു, പ്രകടനങ്ങൾ ഉണ്ടാക്കുന്നു, ഇവരുടെ വീട്ടിലേക്ക് മാറി. ഇതിനെല്ലാം വഴിമരുന്ന് ഇട്ടുകൊടുത്തത് ഈ വി ഡി സതീശനും ഇവരുടെ പ്രവർത്തനമല്ലേ? കാരണം ഇവര് തന്നെ ഇവരെ കുറ്റവാളിയാക്കി, പരാതിക്കാരില്ലാതെ തെളിവുകളില്ലാതെ ഇവര് തന്നെ കുറ്റവാളിയാക്കി പ്രഖ്യാപിച്ച് ഇവരെ പുറത്താക്കി, പാർട്ടിയുടെ അംഗത്തിൽ നിന്ന് തന്നെ പുറത്താക്കി, പാർട്ടി ഇതിന്റെ കൂടെ ഇല്ല എന്ന് പറഞ്ഞ് ഇവരെ ഒറ്റപ്പെടുത്തി കളഞ്ഞു. ഇത് ഏറ്റവും വലിയൊരു പാതകമല്ലേ ചെയ്തത്? അതായത് പാർട്ടിക്ക് വേണ്ടി ഇത്രയും അടിയും കൊണ്ട് ഇത്രയും എന്റെ ഡീറ്റെയിൽ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിലാണ് ഈ അമ്മയെ വളർത്തിയെടുത്തത്.
ഇതിന്റെ പിതാവ് നഷ്ടപ്പെട്ടിട്ടും അതിനെ അവര് പ്രൊട്ടക്ട് ചെയ്ത് രാജ്യത്തിനും സമൂഹത്തിനും കൊള്ളാവുന്ന ഒരു പയ്യനായിട്ട് അതിനെ വളർത്തിയത്. ഒരു സ്ത്രീയുടെ ഒരു നോട്ടം കൊണ്ട് ഏതൊരു വ്യക്തി, നമുക്കൊക്കെ എത്രയോ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നോ എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ ബ്ലോക്ക് ചെയ്യും, ആ സ്പോട്ടിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യും. ഈ പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഇപ്പൊ എനിക്ക് 55 വയസ്സായി, ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു നോട്ടത്തിൽ ആ നമ്മളെ പ്രകോപിപ്പിക്കുന്നവരെ നമുക്ക് മാറ്റാൻ പറ്റും. എന്റെ അനുഭവത്തിൽ കൂടെ പറയുക, നമ്മൾ തന്നെ ഈ ലോകത്തിറങ്ങി സമൂഹത്തിൽ ജീവിച്ച ഒരു വ്യക്തിയാണ്. ഒരിക്കലും ഹസ്ബൻഡ് പോയി അല്ലെ കുഞ്ഞുങ്ങളെ വളർത്താതോ അല്ലെ പിന്മാറി മറ്റുള്ളവരുടെ വാക്കിലോ ഇത് ചെയ്തോ ഒരു വ്യക്തിയല്ല ഈ പറയുന്നത്. സത്യത്തില് ഈ ഞങ്ങൾ ഒരു ഗ്യാങ് ആൾക്കാർ, ഞങ്ങൾ ഇവിടെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ സംസാരിക്കുമ്പോൾ ഞങ്ങൾ പരസ്പരം പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ മാങ്കൂട്ടത്തിന് എന്തെങ്കിലും ഒരു അനുകൂലമായ ഒരു ജാഥ വെച്ചാൽ ലക്ഷക്കണക്കിന് സ്ത്രീകൾ ഇറങ്ങി വരും. ഒരു രാഷ്ട്രീയം ഇല്ലാത്ത ഒരു സ്ത്രീയായിരുന്നു ആൾക്കാർ പോലും പറയുന്നുണ്ട്. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ ഒന്ന് കൊടുക്കണം. ആ പയ്യനെ പ്രൊട്ടക്ട് ചെയ്യുക തന്നെ ചെയ്യണം. ഒരു സ്ത്രീയും ഇത് കോമൺ ആണ്, കൊച്ചു പിള്ളേരാണ്, അവരെന്തെങ്കിലും മെസ്സേജ് അയച്ചെന്നിരിക്കും, അതിലെന്താ തെറ്റ്? മനുഷ്യനല്ലേ, അതൊരു തെറ്റെന്ന് പറയാൻ പറ്റില്ല. മെസ്സേജിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള ഒരിക്കലും വിട്ടുകൊടുക്കരുത് ഈ പയ്യനെ. അവരൊരു കുഞ്ഞു പയ്യനാണ്, അവന്റെ ജീവിതം നോക്കി പോയ ഒരു വ്യക്തിയല്ലത്. അത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഈ സമരമൊക്കെ നടന്നപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്തിരുന്ന് കണ്ടേ, സ്വന്തം വീട് പോലാണ് നമ്മുടെ കേരളത്തിന് വേണ്ടി ചെയ്തത്. ആ പയ്യനെ വിട്ടുകൊടുക്കാൻ സമ്മതിക്കരുത്. സത്യത്തിൽ കോൺഗ്രസ് ആണ് മുമ്പിൽ നിന്നിട്ട് ഇതിന് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്ത് സമൂഹത്തെ ഇറക്കിയാ ചെയ്യണ്ടേ. കഴിവുള്ള ഇതുപോലുള്ള ഒരു യുവാവ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുമോ? ഒരമ്മ വിടുവോ ഒരു കുഞ്ഞിനെ ഇങ്ങനത്തെ ഇതിന് വേണ്ടിയിട്ട്? ഇനി പാർട്ടിക്ക് വേണ്ടി ഇങ്ങനൊരു അവസരത്തിൽ ഇറങ്ങുമോ? കാരണം ഒരു സുപ്രഭാതത്തിൽ ഇവന്മാർ ഒന്നുമില്ലാതെ കറിവേപ്പില പോലെ എടുത്ത് കൊല്ലാനിട്ട് കൊടുക്കുന്ന ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ ഇനി ഇറങ്ങുമോ? ഇല്ല, അത് പണ്ടേ ഒരു പൊതുവെ ഒരു ഇതുണ്ട്. BJP ചേർന്ന അവര് പ്രൊട്ടക്ട് ചെയ്യും, CPM ചേർന്ന അവര് പ്രൊട്ടക്ട് ചെയ്യും. ഏത് മറ്റ് കോൺഗ്രസ് ഒഴിച്ച് ബാക്കി ഏത് പാർട്ടി അവർ ആൾക്കാർ കഴിഞ്ഞേ ഉള്ളൂ മറ്റെന്തും. ഇത് ഇട്ടുകൊടുത്തതായി കുട്ടീനെ. അല്ല, ഈ ഇവന്മാരുടെ രക്തത്തിലുള്ള ഒരു ഇതായി പോയ കാരണം നോക്കി, ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം ചെയ്തവരല്ലേ ഇവന്മാര് ക്രൂശിച്ചേക്കുന്നത്. ഉമ്മൻചാണ്ടി തൊട്ട് അല്ലെങ്കിൽ അതുപോലെ ഓരോ നേതാക്കന്മാർ നോക്കിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തേക്കുന്നവന്മാരല്ലേ ഇവന്മാർ ഇല്ലാതാക്കി കളഞ്ഞേക്കുന്നത്. ഇതിന് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ചാനലുകാർ വിചാരിച്ചാലേ നടക്കൂ. ചാനലുകാരെങ്ങനെ വിചാരിക്കും? ചാനലിന്റെ മുതലാളിമാരാരാ? ശക്തമായ ഒരു ഇത് മാധ്യമങ്ങളെല്ലാം കൂടെ ചേർന്നല്ലേ, യാതൊരു തെളിവില്ലെങ്കിൽ പോലും ഈ വേട്ടയാടി ഇത്രയും ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച് ഇവന്മാരിപ്പൊ പമ്മി മിണ്ടാതെ ഒരു തെളിവും ഇല്ലാതെ ഇവന്മാർ അടുത്ത തെളിവുകൾ ഉണ്ടാക്കാനായിട്ട് എന്തെങ്കിലും ഒരു തരികടയ്ക്ക് വേണ്ടി ഇവർ വെയിറ്റ് ചെയ്യുകയാണ്. ആ റിപ്പോർട്ടർ ചാനലിലെ സുജാ പാർവതി, ആ കുട്ടി ഒരു ഇന്റർവ്യൂല് വന്ന 3 വയസ്സം കണ്ടുള്ളപ്പോ അമ്മ മരിക്കുകയാണ്. ആ അമ്മ വളർത്തിയ കുട്ടിയാണെങ്കിൽ ഒരിക്കലും ഇതിങ്ങനെ പറയത്തില്ല. അങ്ങനെ ആരോപണങ്ങൾ വരുമ്പോൾ എത്രത്തോളം വേദനിക്കും, ഒരു കുടുംബ ജീവിതത്തെ അത് ബാധിക്കും എന്നൊക്കെ നന്നായിട്ട് മനസ്സിലാകുന്ന ഇവരല്ല ഇവിടെ ഇരുന്ന് ഇതെല്ലാം ഈ വിളിച്ചു പറയുന്നത്. അങ്ങനെ ഒരിക്കലും അരുത്. നമ്മൾ ഏത് രാഷ്ട്രീയം ആവട്ടെ, ഒരു വ്യക്തിനെ ഒരു എന്താ പറയണേ ഒരു ചവിട്ടി മതിക്കാൻ ചില പണ്ട് ഉള്ളവർ പറഞ്ഞ ഭൂമി ദുഃഖം വരുമ്പോൾ അടിയിലോട്ട് പോകണം. അതിനും അടിയിലേക്ക് പോയാൽ എങ്ങനെയിരിക്കും? ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥയല്ലോ. ചെയ്യാത്ത കുറ്റത്തിന് എന്തിനിങ്ങനെ കേൾക്കണേ? അല്ലെങ്കിൽ അപ്പൊ ഇത് മനുഷ്യനില്ലയോ? അപ്പൊ ഇതിനവർക്ക് മെസ്സേജ് അയച്ചൂടെ? രാഹുൽ മാങ്കൂട്ടം എപ്പോഴും സംസാരിച്ചിരിക്കുന്നത് രാഷ്ട്രീയമായിരുന്നു. കൃത്യമായിട്ട് പറഞ്ഞത്. ഇവന്മാർ നോക്കുന്ന എന്താ, ഇവന്മാർ ഈ രാഷ്ട്രീയമല്ല, ഇതുപോലുള്ള ഇക്കളിക്കഥകൾ എന്തെങ്കിലും ഉണ്ടോ, നാറ്റിക്കാനുള്ള എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ഈ കാര്യങ്ങൾ എടുത്തിട്ടാണ് പൊതുസമൂഹത്തിന് മുന്നിൽ അലക്കുന്നതും. അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ആരുത് എന്നൊന്നല്ല. ഓരോ കുടുംബത്തിനെ നമ്മൾ 100 കോടിക്കണക്കിന് ജനങ്ങളിൽ നോക്കുമ്പോൾ നമ്മൾ ഇത്രയും ജനങ്ങൾ, അതിൽ ഓരോ വീട്ടിന്റെ ഓരോ കണ്ണുകൾ നോക്കിയിരിക്കുന്ന ഓരോരുത്തരാണ് ഓരോ കുടുംബത്തിലും. സത്യത്തിൽ ഇത് കൊടുക്കുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്യാമ്പയിൻ ഉണ്ടാക്കിയ സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായിട്ട് ഒരുവിധപ്പെട്ട എല്ലാവരും പാലക്കാട് അങ്ങനെ ഒരു വന്നാൽ ഇറങ്ങാൻ തയ്യാറാണോ? ഉറപ്പായിട്ട് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട്ടുള്ളതാണ്. ഇപ്പൊ ഞാൻ ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. ശരിയായ ഒരു നടപടിയല്ല ഇപ്പോ VD സതീശനും രമേശ് ചെന്നിത്തലയും വേണുഗോപാലൊക്കെ എടുത്തത്. കാരണം എന്താന്ന് വെച്ചാല് പൊതുജനങ്ങളൊക്കെ വെറും കഴുതുകളാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനമാണ് VD സതീശൻ എടുത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്നത് നല്ലൊരു വ്യക്തിത്വമുള്ള ആളാണ്, തന്തയ്ക്ക് പറഞ്ഞവന്മാരാണ്. കാരണം അവര് വന്നതിൽ പിന്നീടാണ് അവരെ എന്ന് ഉദ്ദേശിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം, ഷാഫി പറമ്പിലെ,
പിന്നെ ചാണ്ടി ഉമ്മൻ, അതുപോലെ വിഷ്ണുനാഥ്, അങ്ങനെയുള്ള കുറെ ചെറുപ്പക്കാർ ഇപ്പോൾ UDF-ലേക്ക് കടന്നു വന്നു. അവര് വരും തലമുറകൾ അവരാണ്, അതായത് രാഹുൽ ഗാന്ധിയോടൊപ്പം നിന്നുകൊണ്ട് അവരാണ് ഇന്ന് കോൺഗ്രസിനെ ഒരുവിധം പച്ചപിടിപ്പിച്ച് എത്തിക്കാൻ നോക്കുന്നത്. ഇവനെയൊക്കെ പോലുള്ള പുഴുക്കുത്തുകൾ ആദ്യം ചവിട്ടി പുറത്താക്കണം. അതുപോലെ തന്നെ ഈ രമേശ് ചെന്നിത്തല ആരായിരുന്നു, അതുപോലെ VD സതീശൻ. ഈ VD സതീശനൊന്നും പ്രതിപക്ഷ നേതാവായിട്ടിരിക്കാനുള്ള ഒരു യോഗ്യതയില്ല കേട്ടോ. ഇവരെയൊക്കെ ചവിട്ടി പുറത്താക്കാനുള്ള സമയം കഴിഞ്ഞു. ജനങ്ങളെയൊക്കെ ഇപ്പം സത്യം പറഞ്ഞാണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് ഇവര് BJP CPM-ഉം BJP കൂട്ടുകെട്ടില് ഇവര് രാഹുൽ മാങ്കൂട്ടത്തിന് കരിവാരി തേക്കുകയെന്നുള്ളതാണ്. എനിക്ക് നല്ല ഉറപ്പുണ്ട് രാഹുൽ മാങ്കൂട്ടം ആ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെളിയട്ടെ. പിന്നെ അയാൾ കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് കോടതി തീരുമാനിക്കണം. കോടതിയിൽ പോയി കേസ് ഫയൽ FIR ഇട്ട് അത് കോടതിയിൽ പോയി കോടതിയിൽ നിന്നും അയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ കോടതി എന്തായാലും അയാൾക്കൊരു ശിക്ഷ വിധിക്കും. ആ ശിക്ഷ വിധിക്കുമ്പോൾ അയാൾ MLA സ്ഥാനം രാജിവെച്ചാൽ പോരെ, അല്ലെങ്കിൽ അതിൽ നിന്ന് അയാളെ സസ്പെൻഡ് ചെയ്താൽ പോരെ. ഇപ്പൊ എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്? അപ്പോൾ VD സതീശന് വലിയ ആളാവണം. അതായത് പാർട്ടിക്കുള്ളിൽ, കോൺഗ്രസിനുള്ളിൽ തന്നെ ഒരുപാട് പുഴുക്കുത്തുകളുണ്ട് എന്നുള്ളതിനുള്ള ഒരു തെളിവാണിത്. പുഴുക്കുത്തുകളുണ്ട് ഇതിൻ്റെ ഇടയിൽ. ആ പുഴുക്കുത്തുകളെ കണ്ടെത്തി ആദ്യം കോൺഗ്രസ് എന്ന ഒരു പ്രസ്ഥാനത്തിനെ തൂത്ത് തളിച്ച് ചാണകവെള്ളം തളിച്ച് വൃത്തിയാക്കണം. വൃത്തിയാക്കിയാൽ മാത്രമേ ഈ വരും തലമുറകൾക്കാർക്ക് ഇനി കോൺഗ്രസ് എന്നുള്ള ഒരു പ്രസ്ഥാനത്തെ തിരിച്ചറിയാൻ കഴിയൂ. അല്ലാതെ എവനെയൊക്കെ പോലുള്ള പുഴുക്കുത്തുകളെ VD സതീശൻ ചെയ്തത് ഒരിക്കലും ശരിയല്ല. അതിന് എന്തൊക്കെ തന്നെ പറഞ്ഞാലും ശരി, ഞാൻ ശരിക്കും ഒരു കോൺഗ്രസ്സുകാരൻ തന്നെയാണ്, ഇല്ലെന്നൊന്നുമല്ല. പക്ഷെ ന്യായമായ പക്ഷത്ത് നിൽക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ്. അതായത് ന്യായത്തിന്റെ പക്ഷത്തെ സഞ്ചരിക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെയാണ് ഷാഫി പറമ്പിലിനെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ, വിഷ്ണുനാഥിനെ, ചാണ്ടി ഉമ്മനെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടമാണ്. വളരെ എന്ന് പറഞ്ഞാല് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന അത്രയും എനിക്ക് ഇഷ്ടമാണ് അവരെയൊക്കെ. അതുപോലെ തന്നെ ഉമ്മൻചാണ്ടി സാറിനെ ഞാൻ ഒരിക്കൽ നേരിട്ട് കാണാൻ പോയിരുന്നു. അദ്ദേഹം ഇതുപോലെ ഒരു കേരള മുഖ്യമന്ത്രി ആയിട്ട് അല്ലെങ്കിൽ ഒരു കോൺഗ്രസിന്റെ നേതാവായിട്ട് തന്നെ ആണെങ്കിലും ഇതുപോലെ ഒരു വ്യക്തിത്വമുള്ള ഒരു മനുഷ്യനെ ഇനി VD സതീശൻ എന്നല്ല, രമേശ് ചെന്നിത്തല എന്നല്ല, വേണുഗോപാൽ എന്നല്ല, ആര് വിചാരിച്ചാലും നേടിയെടുക്കാൻ കഴിയില്ല. അത് ഉറപ്പാണ്. അതാണ് വ്യക്തിത്വം എന്ന് പറയുന്നത്. രാഹുൽ ചെറുപ്പക്കാരനാണ്, വളരെ ചെറുപ്പക്കാരനാണ്, പിന്നെ കഴിവുള്ളവനാണ്. അതുപോലെ തന്നെ ഷാഫി പറമ്പിലിനെ പോലെ ഒരു ഷാഫി പറമ്പിലിന്റെ പിൻഗാമി എന്നോണം വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയും ഡീസന്റ് ആയിട്ടുള്ളൊരു ചെക്കനാണ്. അവരെ തുറന്നടിക്കുന്നത് കൊണ്ട് ചിലപ്പോ പാർട്ടിക്കുള്ളിൽ തന്നെ പുഴുക്കുത്തുകളുണ്ട്, ചിലപ്പോഴും നല്ല ഉണ്ട്. അതാണ് എൻ്റെ യാഥാർത്ഥ്യം. ഇത് ന്യൂയോർക്കിൽ നിന്ന് ബേബി എന്ന് പറയുന്ന ഒരു വയസ്സായ ആളാണ് വിളിക്കണേ. 74 വയസ്സുണ്ട്. ഇത് ഞാൻ ഈ കോൺഗ്രസ് പാർട്ടി അറിയുന്നത് എൻ്റെ കുഞ്ഞായിരുന്നപ്പോൾ കാളപ്പെട്ടി വോട്ട് ചെയ്യുക, കാള അടയാളം മുതൽ പശുവും കിടാവും, കൂടാതെ അതിനുശേഷം കൈപ്പറ്റി, അതിനിടയിൽ എന്തോ ഒന്നും ഉണ്ടായിരുന്നു തോന്നുന്നു, അത് ഓർക്കുന്നില്ല. അങ്ങനെ കോൺഗ്രസിനെ ആദ്യകാലം മുതൽ ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു കോൺഗ്രസ്സുകാരനായിരുന്നില്ല. കാരണം ആദ്യകാലങ്ങളിൽ സംഘടന നമ്പൂതിരിപ്പാടിന്റെ ഒക്കെ ഒരു അനുയായി എന്ന നിലയിൽ ഒരു പുനഃചിന്താഗതി പുലർത്തിയ ഒരാളാണ്. ഞാൻ ഒരു കോളേജ് യൂണിയൻ ചെയർമാനൊക്കെ ആയിരുന്നു. പക്ഷെ ഞാൻ കോൺഗ്രസിന്റെ ഞാൻ എല്ലാ പക്ഷത്തെയും ശരികളുടെ ആശയങ്ങളെ യോജിക്കുന്ന ഒരാളുമായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത കാലത്ത് TV ചർച്ചകളിൽ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോൾ വളരെ ഊർജ്ജസ്വലനായ ഒരു യുവാവായിട്ടാണ് എനിക്ക് തോന്നിയത്. കോൺഗ്രസിന് മറുപടി പറയാൻ പറ്റാത്ത പല കാര്യങ്ങളിലും നേതാക്കന്മാര് ബബ്ബ പറയുന്ന ഒരു കാലഘട്ടത്തില് TV ചാനലിൽ വന്നിരുന്ന് വളരെ ഊർജ്ജസ്വലനായി യുക്തിസഹജമായി സംസാരിക്കാൻ ഇത്ര കഴിവുള്ള ഒരു യുവാവിന് ഞാൻ പറയില്ല, എൻ്റെ മകളുടെ പ്രായത്തിനും താഴെയാണ് ഉള്ള ഒരു യുവാവ് വളരെ അന്തസ്സോടുകൂടി ഉയർന്നു വരികയായിരുന്നു. എനിക്ക് വലിയ പ്രതീക്ഷയുമായിരുന്നു കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഊർജ്ജസ്വലനായ. ചെറുപ്പത്തിൽ BM സുധീരൻ എങ്ങനെയൊക്കെ ആയിരുന്നുവോ അതുപോലെ അങ്ങനെ ധീരനായ ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഏതാൾ കോൺഗ്രസിനകത്ത് അങ്ങനെയാണല്ലോ, ഉയർന്നു വരുന്തോറും ശത്രുക്കള് ധാരാളം പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാവും. അതിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ അവര് അടിവലിക്കാനും പിന്നിൽ നിന്ന് ചവിട്ടാനും ധാരാളം പേര്
ഉണ്ടാവും. അവരൊക്കെ അറിയുകയുമില്ല. കഴിഞ്ഞ ദിവസം ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ദുരാരോപണങ്ങൾ ഉന്നയിച്ച ഈ യുവതികൾ വ്യക്തമായ തെളിവുകളൊന്നും നൽകാതെ ഇത് സാധാരണ ചെറുപ്പക്കാരന് പറ്റാവുന്ന ചില ചെറിയ തെറ്റുകൾ, എന്റെ ചെറുപ്പത്തിൽ ഇതുപോലത്തെ തെറ്റുകളൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്തരം ഈ ഒരു ചെറിയ ചാബല്യങ്ങളെ അല്ലെങ്കിൽ ചെറിയ ബാല്യ ചാബല്യങ്ങളെ ഇത്രമാത്രം പ്രബോധീകരിച്ച് ഇവരെ കുറ്റാരോപണം നടത്തി പുറത്താക്കിയതും അത് ഒരു ഗൂഢാലോചനയുടെ ഫലമാണെന്നാണ് സാർ ഞാൻ വിശ്വസിക്കുന്നത്. സാറിന്റെ ഞാൻ സഭാ കാര്യങ്ങളിലാണെങ്കിലും സഭയുടെ വൃത്തികേടുകൾക്കെതിരെയും ക്രിസ്തീയ സഭകളിലെ അനാചാരങ്ങൾക്കെതിരെയും സാറിന്റെ ചാനലുകൾ ഞാൻ ധാരാളം ശ്രദ്ധിക്കുന്നതാണ്. പക്ഷെ ഈ കാര്യത്തിൽ ഈ കാര്യത്തിൽ സാറിങ്ങനെ മുന്നോട്ട് വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പ്രതീക്ഷിച്ചില്ല. വളരെ കാരണം ഒഴുക്കിനൊത്ത് നടന്നാലല്ലേ ചാനലുകൾക്ക് ഉയർച്ച ഉള്ളൂ. താങ്കൾ അതിനെതിരെ നിൽക്കുകയും ധീരമായി ഇതിനെതിരെ നിൽക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇനിയും ഇത്തരം കാര്യങ്ങൾ രാഹുലിന് വേണ്ടിയിട്ട് കൂടുതൽ സപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് സാർ ശ്രമിക്കണം. ഈ ഗർഭിണിയാണെന്ന് പറഞ്ഞപ്പോൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. 3 വർഷങ്ങളായി. അതെല്ലാം ഒരു മായ പോലെ മാഞ്ഞു പോവുകയും ചെയ്തു. പക്ഷെ ഈ ഇല്ലാത്ത കാര്യത്തെ പറ്റി ആരോപണം ഉന്നയിച്ച് ആ പയ്യനെ നശിപ്പിക്കരുത്. അതിന്റെ അമ്മയുടെ വേദന എനിക്കിപ്പോൾ ഞാൻ എപ്പോഴും ഓർക്കും. അവർ വീട്ടിൽ നിന്ന് പോയി ഒരു പത്രപ്രവർത്തകർ അവരെ കണ്ടു. ഇപ്പൊ ഈ സമയത്ത് പോകാൻ പറ്റില്ല, എന്നാലും ആ വേദന, ആ കണ്ണുനീര്, അതിനൊരു സപ്പോർട്ട് മനുഷ്യർ കൊടുക്കുവാണെങ്കിൽ എങ്ങനെയും കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കേക്ക് മുറിക്കുമ്പോൾ ആ പെൺകുട്ടിയുടെ അടുത്ത് നിന്നുകൊണ്ട് അയാളുടെ ആ തുറന്ന ചിരി, അത് എത്രമാത്രം അസഭ്യമായിരുന്നു എന്ന് സാർ ചിന്തിച്ചിട്ടുണ്ടോ? സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ അറിയാം. അവരൊക്കെ തമ്മിൽ വ്യക്തമായ വ്യക്തിബന്ധങ്ങളുണ്ട്. അപ്പൊ ഇവരൊക്കെ രമേശ് ചെന്നിത്തല എത്രയോ പടുകിഴവൻ, അയാള് എന്നെപ്പോലെ തന്നെ വയസ്സായ ഒരാളാണ്. ഇയാളൊക്കെ പിന്നോട്ട് മാറി നിൽക്കാതെ ഈ ഇപ്പോഴും ഒരു മോഹമായിട്ട്, മുഖ്യമന്ത്രി മോഹമായിട്ട് നിൽക്കുന്നത് എത്ര അപകാശമാണെന്നാണ് ഞാൻ ഓർക്കുന്നത്. അയാളും ഈ തീർന്നു വന്ന ഈ ചെറുപ്പക്കാരനെ നശിപ്പിക്കാനായിട്ട് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പൊ അയാൾ മാത്രമല്ല, ഇപ്പൊ ഉണ്ണിത്താൻ എന്ന് പറയുന്ന കണ്ണൂർ ജയിച്ച ആളും പിന്നെ സുധീരൻ അടക്കം ഇവർക്കൊക്കെ ബുദ്ധിമാന്യം സംഭവിച്ചു എന്നാ സാർ എനിക്ക് തോന്നുന്നത്. കോൺഗ്രസിനെ നന്നാക്കണം എന്നല്ല ഇവരൊക്കെ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ചെന്നിത്തലയാണ് ഏറ്റവും മോശപ്പെട്ട രീതിയിൽ ഈ സതീശനൊക്കെ ഞാൻ കേട്ടിട്ട് പോലുമില്ല സാർ. കോൺഗ്രസിനകത്തും ഒരു യുവാക്കൾക്ക് ഒരു പ്രാമുഖ്യം കൊടുത്ത് ഉയർത്തി വരുത്താനായിട്ട് ഇവർ ശ്രമിക്കുന്നില്ല. യുവാക്കളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഗോപി കോട്ടമുറിക്ക് സാറിനെ ഇവര് ചവിട്ടി താഴ്ത്തിയത് അവരുടെ അതിൽ വലിയൊരു നല്ല നേതാവാണ് സാർ. അടിയന്തരാവസ്ഥ കാലത്ത് ഭീകരമായ അയാൾ ചെറിയൊരു പെണ്ണ് കേസിൽ പെടുത്തി, അത് മനഃപൂർവ്വം പെടുത്തി അയാളെ വായു നശിപ്പിച്ചതാണ് ഈ ഗോപി കോട്ടമുറിക്കൽ സാറിനെ. ഈ ഗോപി സഖാവ് ഞാൻ മൂവാറ്റുപുഴക്കാരനാണ്. ഈ എസ്എഫ്ഐയുടെ ഗോപി കോട്ടമുറിക്കലിനോടൊപ്പം പാർട്ടിയിൽ പ്രവർത്തിച്ച് വളർന്നു വന്നയാളാണ്. ആദ്യകാലത്ത് ഞാൻ ആ പാർട്ടിയിലുമായിരുന്നു. പക്ഷേ ഈ ചെറുപ്പക്കാരെയൊക്കെ ഇങ്ങനെ നശിപ്പിക്കുന്ന ഈ രീതി എല്ലാ പാർട്ടിയിലും ഉണ്ട്. പക്ഷെ കോൺഗ്രസിനകത്താണ് ഏറ്റവും കൂടുതൽ. എന്റെ പേര് മറിയാമ്മ. ഞാൻ ആലപ്പുഴ ജില്ലയിൽ കുട്ടനാട്ടിൽ നിന്നുമാണ് വിളിക്കുന്നത്. എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ. നല്ലൊരു യുവ നേതാവ്. ആ നേതാവിനെ BJP-ക്കാരോ അല്ലെങ്കിൽ LDF-കാരോ തൂക്കിലേറ്റുന്നതിൽ കൂടുതലായിട്ട് കോൺഗ്രസ്സുകാരാണ് ഏക്കുന്നത്. എല്ലാ പാർട്ടിയുടെയും ഭാഗത്തു നിന്ന് ഇങ്ങനെയുള്ള തെറ്റുകുറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവര് കൈകാര്യം ചെയ്തത് തീർക്കുകയാണ്. ബഹുമാനപ്പെട്ട MLA മുകേഷ് എന്തെല്ലാം പേരുദോഷങ്ങൾ അവര് ഇതുപോലെ ഉടനെ തന്നെ സസ്പെൻഡ് ചെയ്തു മാറ്റി നിർത്തി. അങ്ങനെയൊന്നും അല്ലല്ലോ. ആ യുവ നേതാവ് എന്തെല്ലാം ത്യാഗങ്ങളാണ് ഈ പാർട്ടിക്ക് വേണ്ടി അനുഭവിച്ചിരിക്കുന്നത്. അടിച്ചു പൊട്ടിച്ച് പുറമെല്ലാം ശരിയാക്കിയിട്ടിരിക്കുന്നത്. നാളത്തെ കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ട ഒരു യുവ നേതാവാണത്. ആ പാവം എന്തെല്ലാം ത്യാഗങ്ങൾ അനുഭവിക്കും. എവിടെല്ലാം ഒരു സമരം ഉണ്ടെങ്കിലും പോലീസുകാരുടെ തല്ലും ഇടിയും മറ്റുള്ളവരുടെ അപവാദങ്ങളും എല്ലാം കേട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് വളർന്നു വരുമ്പോഴത്തേക്ക് ആ നേതാവിന്റെ ഭാഗത്ത് അങ്ങനെ ഒരു തെറ്റുണ്ടായാൽ അത് അവരുടെ കൂടെ നിൽക്കുന്നവർ വേണം അത് കൈകാര്യം ചെയ്ത് അത് ശരിയോ തെറ്റോ എന്ന് ചോദിച്ച് അതിന്റെ മുന്നിൽ നിൽക്കാൻ വേണ്ടിയിട്ട്. ഇത് എനിക്ക് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ഒരപേക്ഷയുണ്ട്. ഇനിയും ആ പാവത്തിനെ ഇങ്ങനെ തൂക്കിലേറ്റാൻ ആരെക്കൊണ്ടും സമ്മതിപ്പിക്കരുത്. നല്ല ഒരു നേതാവാണ്. പാലക്കാട്ടുകാര് ഹൃദയങ്ങളിൽ ഏറ്റെടുത്ത ഒരു MLA ആണ്. ആ MLAക്ക് പാലക്കാട്ട് കയറിയ തലവെട്ടും കാലുവെട്ടും എന്ന് പറയുന്നതിനകത്ത് യാതൊരു കഴമ്പും ഇല്ല.
അങ്ങനെ ഉള്ളപ്പോൾ ഈ MLA ഈ കോൺഗ്രസ്സുകാരാണ് അവിടെ കൊണ്ടുപോയി വെല്ലുവിളിക്കേണ്ടത്. നിങ്ങൾ വെട്ടു ചുണയുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു. ഇതൊക്കെ കേൾക്കുന്ന ആ MLA-യുടെ അല്ലെ ആ യുവ നേതാവിന്റെ ആ അമ്മയുടെ ആ ആളിന്റെ അമ്മയുടെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കിക്കുക. ഞാനും ഒരു അമ്മയാണ്. എൻ്റെ മകന്റെ പോലും പ്രായമില്ലാത്ത ഒരു നേതാവാണ് രാഹുൽ മാങ്കുട്ടത്തിനെ നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ TV-യിൽ കണ്ടിട്ടുള്ള ഒരു അനുഭവം മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ഇത് കേട്ട നിമിഷം മുതൽ എനിക്ക് ഈ നിമിഷം വരെ സങ്കടവും കരച്ചിലും അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ പറയാം, ഇപ്പം ഗർഭിണിയാണെന്ന് പറഞ്ഞെടുത്ത് രംഗത്ത് വന്നിട്ടുണ്ടോ? അവളുടെ പേര് പറയുന്നുണ്ടോ? അവളൊരു പരാതി കൊടുത്തിട്ടുണ്ടോ? ഫോണിൽ കൂടെ ആർക്കും ഗർഭം ഉണ്ടാകത്തില്ല. ഒരു പുരുഷൻ ഇരിക്കുന്നിടത്ത് ഒരു സ്ത്രീ ചെന്നെങ്കിൽ മാത്രമേ ഗർഭം ഉണ്ടാകത്തുള്ളൂ. എവിടെങ്കിലും പോയി തോന്നിവാസം കാണിച്ചേച്ചും അവൻ ആ ആള് രംഗത്ത് ഒരു മുതിർന്ന നേതാവല്ലേ, അവർക്ക് കിട്ടേണ്ട സ്ഥാനം, അതിൽ അർഹതപ്പെട്ട സ്ഥാനം അതിലപ്പുറം കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് അവരെ പറ്റിക്കുന്ന ഒരു സ്വഭാവ രീതിയല്ല ഈ നാട്ടിലെ സ്ത്രീകൾക്ക് വേണ്ട. കേരളത്തിലുള്ള പെൺകുട്ടികൾ ഏറ്റവും കൂടുതൽ മരണം വിളിച്ചു വരുത്തി എടുക്കുന്നവരാണ്. അത് ശ്രദ്ധിക്കേണ്ട അവര് തന്നെയാണ്. 1 മാസം കൊണ്ടല്ലല്ലോ ഗർഭം ഉണ്ടായി, 4 മാസമാണെന്ന് പറഞ്ഞില്ല. ഈ 4 മാസത്തിന് മുന്നേ സ്ത്രീ എവിടെ ആയിരുന്നു? ഇവളെവിടെ ആയിരുന്നു 4 മാസം മുന്നേ? ഇപ്പം ദേ കണ്ടില്ല രംഗത്ത് അവന്തികയെ കുറിച്ച് അവന്തികയുടെ കൂടെയുള്ളവർ പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കാൻ വരുമ്പോൾ എനിക്ക് പറയാനുള്ളത്, ഈ നേതാക്കന്മാരോടാണ് പറയാനുള്ളത്, ഇനിയെങ്കിലും ഈ പാവം കുഞ്ഞിനെ ഒരിക്കലും ക്രൂശിലേറ്റാൻ നിങ്ങൾ ഒരുങ്ങരുത്. നാളെ ചിലപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയാകാം, ചിലപ്പം ഇന്ത്യൻ പ്രധാനമന്ത്രിയാകാം. അത്രയ്ക്കും കഴിവുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഈ നേതാവ്. എന്തെല്ലാം ത്യാഗങ്ങൾ എവിടെല്ലാം കിടന്ന് അനുഭവിക്കുന്നു. ഒരു പാർട്ടിക്കാരോട് ഞാൻ പാർട്ടിക്ക് വേണ്ടിയിട്ടാ അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാ ഇത് അനുഭവിക്കുന്നതെന്ന് എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഈ നേതാവിന്റെ പുറം ഞാൻ കണ്ട്, ഈ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോയിൽ കണ്ട്, ആ പുറം കിടക്കുന്നത് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ആ പാവം പെണ്ണു പിടിക്കാൻ പോയപ്പോഴോ അല്ലെങ്കിൽ ഗർഭം ഉണ്ടാകാൻ പോയപ്പോഴോ അല്ലെ അവന്റെ വീടിന് വേണ്ടിയിട്ടോ അല്ലെ അവന്റെ സഹോദരിക്ക് വേണ്ടിയിട്ടോ അവന്റെ കുടുംബത്തിന് വേണ്ടിയിട്ടോ അല്ലല്ലോ അത് അനുഭവിച്ചത്. ഇന്ത്യൻ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടല്ലേ, കേരള കോൺഗ്രസിന് വേണ്ടിയിട്ടല്ലേ, പാർട്ടിക്ക് വേണ്ടിയിട്ടല്ലേ? അപ്പൊ ഈ പാർട്ടിക്കാരെങ്ങനെ ചേർത്ത് പിടിക്കണം? ഞാൻ ഇന്ന് പറയുകയാണ്, ഒരമ്മയുടെ സ്ഥാനത്ത് വെച്ച് ഞാൻ പറയും, എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. ആദ്യമായിട്ട് ഞാൻ കൈകൂപ്പി ആ നേതാവിനെ ഒന്ന് വണങ്ങുക. അത് കഴിഞ്ഞ് ആ അമ്മയോട് എനിക്കും പറയാനുള്ള, അമ്മ ഒരു കാരണവശാലും വിഷമിക്കരുത്, വേദനിക്കരുത്. രാഹുൽ മാങ്കൂട്ടം ഇനിയും കയറി വരും. രാഹുൽ മാങ്കൂട്ടത്തിന്റെ നിരപരാധിത്വം ഈ ലോകം അറിയും. അതുവരെ ഇനി ആ പാവത്തിനെ കോൺഗ്രസ്സുകാർ ക്രൂശിക്കരുത്. എൻ്റെ പ്രാർത്ഥന, ഞാൻ നല്ല ഒന്നാമതൊരു ഒരു കോൺഗ്രസ്സുകാരത്തിയാണ്. എൻ്റെ ജന്മം കൊണ്ടും കർമ്മം കൊണ്ടും ഞാൻ കോൺഗ്രസ്സുകാരത്തിയാണ്. ഈ നിമിഷം വരെ ഞാനൊരു പാർട്ടിക്ക് ഒരു വോട്ട് ചെയ്തിട്ടില്ല. എങ്കിലും ഞാൻ പറയാം, കോൺഗ്രസ്സുകാരോട് ഒരു അപേക്ഷയേ ഉള്ളൂ, ഇനിയും ആ പാവത്തിനെ ബലിയാടാക്കാതെ ആ പാവത്തിന്റെ കൂടെ നിന്ന് തെറ്റോ ശരിയോ കണ്ടുപിടിച്ച് ആ പാവത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ചത്തുമരവിച്ച് കിടന്ന കോൺഗ്രസിന് അല്പമെങ്കിലും ജീവൻ കൊടുത്ത് കൃത്രിമ ശ്വാസം എന്ന് വേണം പറയാം, കൃത്രിമ ശ്വാസം. അങ്ങനെ ശ്വാസം കൊടുത്ത് ഈ കോൺഗ്രസിനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വെളിയിലോട്ട് ഇറക്കിക്കൊണ്ടുവരാൻ അഹോരാത്രം കഷ്ടപ്പെട്ട 2 വ്യക്തികളാണ് നമ്മൾ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫി പറമ്പിലും. മറ്റു സുഹൃത്തുക്കൾ ചെയ്തിട്ടില്ലെന്ന് ഒരിക്കലും ഞാൻ പറയുന്നില്ല. ഉമ്മച്ചാൻ്റെ മോനും അതുപോലെ വിഷ്ണുനാഥനെ പോലുള്ള വ്യക്തികൾ ഇവരാരും നമ്മൾ മറക്കുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. പക്ഷെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങൾ, അതായത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ അവർ ഉയർത്തുന്ന വാക്ചരങ്ങളും ചോദ്യങ്ങൾക്കുപരി ഉരുളക്കുപ്പേരി പോലെ വാക്കുകൾ പറയാൻ കഴിവുള്ള 2 വളരെ പക്വമതികളായിട്ടുള്ള 2 ചെറുപ്പക്കാരായിരുന്നു ഈ ഷാഫിയും അതുപോലെ രാഹുലും. ഇത് നേതാക്കന്മാർക്ക് മുകളിൽ വളർന്നു പോകുന്നുള്ള വ്യക്തമായ ധാരണയുടെ നിമിത്തം ചുമ്മാതൊരു ആരോപണത്തിന്റെ പേരിൽ പ്രാഥമിക അംഗത്വം കളയുക എന്ന് പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഓരോ സാധാരണ നമ്മുടെ നാട്ടിലെ ഓരോ ക്ലബിൽ പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് നമ്മുടെ നിയമാവലികൾക്ക് വിരുദ്ധമായിട്ട് പോലും പ്രവർത്തിക്കുന്ന ചില അംഗങ്ങളെ അപ്പോഴും നമ്മൾ പിന്നെയും നിർത്തും. എന്താണെന്നോ, നമ്മളവരെ ഉപദേശിക്കും, ഇനി ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മളവരെ ഉപദേശിക്കും. പുറത്ത് കളയുന്നവൻ്റെ വിഷമം, പുറത്ത് പോകുന്നവൻ്റെ വിഷമം അകത്തിരിക്കുന്നതിന് അറിയത്തില്ല. അതുണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ അവരുടെ പരമാവധി ക്ഷമ കാണിക്കാറുണ്ട്. ആ ഒരു ലളിതമായ നിലപാട് പോലും സതീശൻ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിൻ്റെ മൂത്ത ചേട്ടന്മാർക്ക് തോന്നിയില്ല. അതുപോട്ടെ,
ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തെ ഇപ്പം പുറത്താക്കിയ സ്ഥിതിക്ക് ഈ കോൺഗ്രസിൽ ഇനിയും ഉണ്ടാക്കാൻ പോകുന്ന അപജയങ്ങളുണ്ട് സാറേ. അതായത് ഇടതുപക്ഷം ഇവിടെ കാണിച്ചു കൂട്ടിയിരിക്കുന്ന കഴിഞ്ഞ 9 വർഷം കൊണ്ട് കാണിച്ചു കൂട്ടിയിരിക്കുന്ന നെറികേട് ജനവിരുദ്ധമായ നിലപാടുകളും നടപടികൾക്കുമെതിരെ ശക്തിയുക്തം പോരാടാനും പ്രതികരിക്കുവാനും ഒരു പ്രതിപക്ഷ സമൂഹം മൊത്തം ചെയ്യേണ്ട ജോലി ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടവും അതുപോലെ ഷാഫി പറമ്പിലും ഒക്കെ ഏറ്റെടുത്ത് ചെയ്യുന്നത് കൊണ്ട് സത്യം പറഞ്ഞ വിജയം നിക്കറിപ്പെടുത്ത് വേണം നിയമസഭയിൽ നിൽക്കാൻ. ചാട്ടുകളി പോലെ വാക്കുകൾ വരുമ്പോഴത്തേക്ക് സ്വന്തം കണ്ട പെരുചാഴിയെ പോലെ വിജയന്റെ നിലപാടുകൾ. ആ മനുഷ്യനോട് ഇങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെങ്കിൽ അതുകൊണ്ടൊന്നും രാഷ്ട്രീയ ഭാവി നഷ്ടപ്പെടുന്നില്ല രാഹുലിന്. രാഹുൽ ഒരിക്കലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് പ്രവേശിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കത്തില്ല. അദ്ദേഹം അടിയുറച്ച ഒരു കോൺഗ്രസ്സുകാരനാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുമ്പോൾ തന്നെ, എടാ കോണേശ, നിനക്കും നിന്റെ പാർട്ടിക്കും ഒരുക്കി വെച്ചിരിക്കുന്ന വടി എന്താണെന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നീയൊക്കെ കണ്ടോളൂ. പഞ്ചായത്ത് ഇലക്ഷനിൽ നീയൊക്കെ കണ്ടോളൂ. കേട്ടല്ലോ? അതിനു മുമ്പ് നിനക്കൊക്കെ ബോധവും വിളിവും ഉണ്ടെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ച് പാർട്ടിയിലെടുത്ത് വേണ്ടതായ പ്രാതിനിധ്യം കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ടുപോകണം. ഇടയിൽ ഞാൻ ചോദിക്കുന്ന ഈ ഒരു സ്ത്രീയുടെ അടുക്കൽ ഒരു കമന്റ് പറയാത്ത ഏത് വ്യക്തിയാണ് ഉള്ളത്? ഇനി ഇദ്ദേഹം പീഡിപ്പിച്ചെന്നാ പറയുന്നത്. പീഡിപ്പിച്ചെങ്കിൽ തെളിവ് വേണ്ടേ? കേസ് വേണ്ടേ സാറേ? ചുമ്മാതെ വായുവിൽ പറക്കുന്ന കുറച്ച് വാക്കുകൾ ചുമ്മാ കൂട്ടിക്കുരുക്കി വെച്ച് ഇതൊക്കെ സത്യസന്ധമാണോ അല്ലയോ എന്നുള്ളത് നാളെ കോടതി തെളിയിക്കട്ടെ. അതുവരെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കണ്ടേ സാറേ? അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പാലക്കാട്ടെ MLA എന്ന് പറഞ്ഞത് ഞങ്ങളുടെ ആളല്ലെന്ന്. എങ്ങനെ? പാർട്ടിയുടെ ആളല്ല. പാർട്ടിയുടെ ലെവലിൽ നിന്ന് മത്സരിച്ച് വിജയം കണ്ടെത്തിയ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിന്റെ ആളല്ല പോലും. ഇതാരോട് ഇവന്മാർ ഈ പറഞ്ഞു പഠിപ്പിച്ച് പിന്നെ മനുഷ്യനെ എടുക്കത്തക്ക രീതിയിൽ ഈ കള്ളത്തരം പൊള്ളത്തരം കൊണ്ടുവയ്ക്കുന്നത്? ഈ ഞാൻ പറയട്ടെ, പറവൂര് ഈ ഇവനുണ്ടല്ലോ, നമ്മുടെ ഈ പ്രതിപക്ഷ നേതാവ്, അവന്റെ മണ്ഡലത്തിൽ കൊണ്ട് ഈ രാഹുലിനെ നിർത്തിയാലുണ്ടോ ലോക റെക്കോർഡായിരിക്കും ഈ മാങ്കൂട്ടം ജയിച്ചു വരുന്നത്. ഇവൻ അവിടുത്തെ വേണ്ടിയിട്ടാണല്ലോ പ്രതികരിക്കുന്നത് സതീശൻ. ആ നാട്ടിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് നിർത്തിയാൽ ഇവന് പിന്നെ അതിൻ്റെ ആ ബോർഡറിൽ കയറാൻ പറ്റത്തില്ല. മണ്ഡലത്തിന്റെ പരിധി കൂടെ പോലും ഒരു ചായ കുടിക്കാൻ പോലും അതുവഴി അങ്ങ് ചെല്ലാൻ പറ്റാത്ത അവസ്ഥയായി തീരും. അവന് തന്തയ്ക്ക് ജനിച്ചവനാണെങ്കിൽ വെല്ലുവിളിക്കുക, പറവൂർ അവനെ നിർത്തിക്കിട്ട് കാണിക്കട്ടെ, സ്വതന്ത്രനായിട്ട് നിന്നാൽ മതി. വല്ല ചക്കയോ മാങ്ങായോ തേങ്ങയോ എന്തൊരു ഇടയാളം മതി, ഒന്ന് നിർത്തി കാണിക്കാവോ? വെല്ലുവിളിക്കുക സതീശന്. അടുത്ത തെരഞ്ഞെടുപ്പിൽ VD സതീശ, കോൺഗ്രസിന് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്ന തിക്താനുഭവം നിങ്ങൾ കണ്ടു. നിങ്ങൾ വിജയന് വേണ്ടി പണിയെടുക്കുമെന്ന് നമുക്ക് നന്നായിട്ടറിയാം. വിജയനോ സംഘത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ പണിയെടുക്കുന്നത്, കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയല്ല എന്നുള്ളത് ഞങ്ങൾ പണ്ടേ മനസ്സിലാക്കി. അല്ലെങ്കിൽ 100-ലധികം സംഭവങ്ങളുണ്ട് വിജയനെ ചെവിക്ക് പിടിച്ച് വെളിക്കളയാൻ. അത് ചെയ്യാൻ കഴിയാത്ത നിങ്ങൾ എന്തോ പ്രതിപക്ഷ നേതാവാണ്. നിങ്ങളുടെ കാലിബർ ഞങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾക്കൊരു കഴിവുമില്ല. ചുമ്മാതെ ഈ അമ്മായിമ്മയും മരുമോളും വായ്ത്താളം അടിക്കുന്ന പോലെ കുറേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഈ മാധ്യമങ്ങളുടെ മുമ്പിൽ ചുമ്മാ പുകമറ സൃഷ്ടിക്കാൻ മാത്രമേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. അതുകൊണ്ട് രാഹുലിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ഉറച്ചൊരു നിലപാടോടുകൂടി അദ്ദേഹത്തെ പ്രാഥമികാംഗത്വം കൊടുത്തുകൊണ്ട് പൂർവാധി ശക്തിയോടെ പ്രവർത്തിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.